നാലാമത്തെ ക്വസ്റ്റ്യൻ നമുക്കൊരു എക്സാമ്പിളോടെ ചെയ്യാം. അപ്പോൾ ഈ ഒരു എക്സാമ്പിളോടെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. 1.6 മീറ്റർ ടോൾ ബോയ് സേ ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ്. അതായത് നമ്മൾ 1.6 മീറ്റർ പൊക്കമുള്ള ഒരു കുട്ടി. അതെന്താണ്? നമ്മൾ എത്ര മീറ്ററാണ് ടോപ്പ് ഓഫ് ദ ബിൽഡിംഗ് അറ്റ് ആൻ എലിവേഷൻ? ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലേട്ട് നമ്മൾ എലിവേഷൻ 45 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിൽ നോക്കുവാണ്. ഒരു കുട്ടി ഒരു ദിവസം നമ്മൾ എന്താണ് വന്നു നിന്നിട്ട് 1.56 സെൻറ്റിമീറ്റർ ആണ് ആ കുട്ടിയുടെ പൊക്കം. എ ടോൾ ബോയ് സേ ദ ടോപ്പ് ഓഫ് ബിൽഡിംഗ് അറ്റ് ആൻ എലിവേഷൻ 45 ഡിഗ്രി. ഇതിനകത്ത് എത്ര ഡിഗ്രി മുകളിലോട്ടാണ് നോക്കുന്നത്? ബിൽഡിങ്ങിൻ്റെ മുകളിലോട്ട് 45 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷൻ നോക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ദ കംപ്ലീറ്റ് ബിൽഡിംഗ് 20 മീറ്റർ ഹയർ ആൻഡ് ബോയ് സേ ദ എലിവേഷൻ ഈസ് 60 ഡിഗ്രി. അതായത് ഈ ആദ്യത്തെ ദിവസം കുട്ടി വന്ന് നോക്കിയപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ പൊക്കം എത്രയായിരുന്നു? ഇത് പിറ്റേ ദിവസം കുട്ടി വന്ന് നോക്കിയപ്പോൾ ഇതേ ആംഗിൾ ഓഫ് എലിവേഷനിൽ ആ കുട്ടി അവിടെ എത്ര ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിലാണ് കാണാൻ പറ്റുന്നത്? 60 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിലാണ് ഈ കുട്ടി പിറ്റേ ദിവസം വന്ന് നോക്കുന്നത്. അതായത് ഒരു ബിൽഡിംഗ് ആണ്, 1.6 മീറ്റർ പൊക്കമുള്ളൊരു കുട്ടി രാവിലെ ഒരു പണിതുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടത്തിൻ്റെ മുകളിലോട്ട് ഒരു ദിവസം വന്ന് നോക്കിയപ്പോൾ ഇത്രയും പൊക്കത്തിലായിരുന്നു കെട്ടിടം പണിതുണ്ട്. പിറ്റേ ദിവസം അതേ കുട്ടി വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ആ കെട്ടിടം എത്രയാണ്? 20 മീറ്ററോടെ പൊക്കത്തിൽ ആ കുട്ടി കെട്ടിടം പണിതിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കെട്ടിടത്തിൻ്റെ ഉയരം എത്ര എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പോൾ ആദ്യം 45 ഡിഗ്രി ഡിസ്റ്റൻസിൽ ഈ കുട്ടി നോക്കുന്നത് എത്രയാണ്? അതിന് നമ്മൾ എച്ച് എന്ന് കൊടുത്തു. ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1.6 വരും. അപ്പോൾ ശരിക്കും ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഈ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് എത്രയാണെന്നുള്ളത് നമ്മളങ്ങ് എഴുതാം ആദ്യം. ഹൈറ്റ് ഓഫ് എ ബിൽഡിംഗ് എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് എ ബിൽഡിംഗ് എന്ന് പറയുന്നത് എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ 20 പ്ലസ് എച്ച് പ്ലസ് 1.6. ഇതാണ് നമ്മുടെ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് വരുന്നത്. അപ്പം നമുക്ക് ഇവിടെ അറിയാൻ പാടില്ലാത്ത ഒരാളുണ്ട്. ആരാണ്? എച്ചും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഈ 20 പ്ലസ് എച്ച് പ്ലസ് 1.6 ചെയ്ത ഈ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് നമുക്ക് കിട്ടും അല്ലേ? അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഇവിടെ ഒരു ഫസ്റ്റ് ട്രയാങ്കിൾ ഇത് എടുക്കാം. അപ്പോൾ ABC എന്ന് പേര് കൊടുത്താൽ ഒരു ട്രയാങ്കിൾ അവിടെ കിട്ടും. ഇത് 90 ഡിഗ്രി ആയതുകൊണ്ട് അത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. അപ്പോൾ ഈ ഒരു ആംഗിൾ നമ്മൾ ഈ 45 ഡിഗ്രിയാണ് 60 അല്ല ഇവിടെ വരുന്ന ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയാന്ന് നോക്കിയേ. ഇത് ശരിക്കും വരുന്നത് ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ട്രയാങ്കിൾ ABC എടുത്തു കഴിഞ്ഞാൽ ഈ 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ളതാണ് എച്ച്. അപ്പോൾ നമ്മുടെ ടാൻ 45 ഡിഗ്രി എന്ന് പറയുന്നത് എന്തായിരിക്കും നോക്കിയേ? ഓപ്പോസിറ്റ് എച്ച് ഡിവൈഡഡ് ബൈ, ഇത് നമുക്ക് അറിയാൻ പാടില്ല, അതിന് അഡ്ജസൻറ്റ് സൈഡ് നമുക്ക് അറിയാൻ പാടില്ലല്ലോ, അതിന് നമ്മൾ എക്സ് എന്ന് കൊടുത്തു. അപ്പോൾ നമ്മളിവിടെ H/X കിട്ടും. അപ്പം എച്ച് എന്ന് പറഞ്ഞാൽ ഇതിന് നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു ടാൻ 45 ഡിഗ്രി വരും. ഇക്വേഷൻ നമ്പർ 1 കിട്ടും. അപ്പം ആദ്യത്തെ ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്തു. ഇനി ഇതുപോലെ നമ്മൾ ഇവിടെ തൊട്ട് ABC വരെയുള്ള ട്രയാങ്കിൾ, ഫസ്റ്റ് ട്രയാങ്കിൾ നമുക്കറിയാതെ, ഇതില്ലാതെ നിങ്ങൾ നോക്കിക്കേ. ഈ ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഈ ഒരു വലിയ ട്രയാങ്കിൾ ABD എന്ന് പറയുന്ന ട്രയാങ്കിൾ നമ്മളെടുത്ത് 60 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിൽ അടുത്ത ഡിസ്റ്റൻസ് കണ്ടുപിടിക്കും. എന്നിട്ട് ഈ രണ്ട് ഡിസ്റ്റൻസും കൂടെ ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എച്ചിൻ്റെ വാല്യൂ കിട്ടും. ആ എച്ച് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആവും. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ട്രയാങ്കിൾ എടുക്കാം. ഇവിടെ നമ്മൾ രണ്ടാമത്തെ ട്രയാങ്കിൾ എടുക്കണം. അപ്പോൾ ട്രയാങ്കിൾ ABD എന്ന് പറഞ്ഞ ട്രയാങ്കിൾ നമ്മൾ എടുത്തു. ഇവിടെ D. അപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ എച്ച് കണ്ടിട്ടുണ്ട്. ഇവിടെ തൊട്ടുള്ള പോർഷനാണ് നമുക്ക് വരുന്നത്. അതായത് ഈ ഒരു 1.6 മീറ്റർ പൊക്കമുള്ളൊരു കുട്ടി ഇവിടെ നിന്ന് ആദ്യത്തെ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് 45 ഡിഗ്രി വരും. ഇതാണ് ഈ ട്രയാങ്കിൾ നമ്മൾ 60 ഡിഗ്രി. ഇതെന്ന് പറഞ്ഞാൽ 1.6. ഇനി ഇവിടെ നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് അവിടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 20 ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഒരു ട്രയാങ്കിൾ ഏതെടുത്തു? ട്രയാങ്കിൾ ABD എടുത്തു. അതായത് ഇത് ഈ വലിയ ട്രയാങ്കിൾ എടുത്തു. ആ ട്രയാങ്കിളും ഇവിടെയും എന്ത് തന്നെയാണ്? 90 ഡിഗ്രിയാണ്. ഈ ഡിസ്റ്റൻസ് എക്സ് തന്നെയാണ്. ഇപ്പോൾ ടാൻ 60 ട്രയാങ്കിളിനകത്ത് ടാൻ 60 ഡിഗ്രി എടുക്കുമ്പോൾ എന്താ വരുന്നത്? ഈ ട്രയാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് ഇത്രയും വരും. അതായത് CD. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? CD വരും. ഇവിടെ തൊട്ട് ഇത് നമുക്ക് കിട്ടിയേക്കുന്നത് B ആണ്. അപ്പം B മുതൽ D വരെയുള്ളൂ. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ BD ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എക്സ്. അപ്പം BD എന്ന് പറയുന്നത് എന്താ നോക്കിയേ? ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ H. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് 20. അപ്പം നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ
എച്ച് പ്ലസ് 20 ആയിരിക്കും നമുക്ക് ഏത് വരുന്നത്, ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആയ മക്കളെ? അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എത്ര, എച്ച് അല്ലേ? അപ്പം ആ കുട്ടി രാവിലെ വന്ന് ഒരു ദിവസം വന്ന് നോക്കിയപ്പോൾ 45 ഡിഗ്രി മേൽക്കോണിൽ അത്ര ഡിസ്റ്റൻസ് ആയിരുന്നു, എച്ച് ആയിരുന്നു. പിറ്റേ ദിവസം ആ കുട്ടി വന്ന് നോക്കിയപ്പോൾ 20 മീറ്ററും കൂടെ മുകളിലോട്ട് പൊങ്ങി ആ ഭിത്തി പണിതിട്ടുണ്ട്. അപ്പം ഇവിടം തൊട്ട് ഇവിടം വരെയുള്ളത് 20ആണ്. അപ്പം ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇവിടം വരെയുള്ളത് എച്ച്, ഇവിടം വരെയുള്ളത് 20. അപ്പം ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് കൂട്ടി നമുക്ക് ഈ ഒരു വലിയ ട്രയാങ്കിളിൻ്റെ റൈറ്റ് ഓപ്പോസിറ്റ് സൈഡ് കിട്ടും. അപ്പം ബി ഡിക്ക് വരെ നമ്മൾ എച്ച് പറ്റും, എച്ച് പ്ലസ് 20 കൊടുത്തു, ഡിവൈഡഡ് ബൈ എക്സ് ഈക്വൽ ടു ടാൻ 60 വന്നു. ഇനി നമ്മളിതൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. എക്സ് ഇൻറ്റു ടാൻ 60 ഈക്വൽ ടു എച്ച് പ്ലസ് 20 വരും. കാരണം ഇതിന് നേരെ ഇങ്ങോട്ട് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം എക്സ് പ്ലസ് ടാൻ 60 എവിടെ എഴുതി, അത് ഈ 20നെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. കാരണം എന്നാ, കാരണം ഇവിടെ നമുക്ക് എച്ച് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, അത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ 20 ആയി. അപ്പം ഈക്വൽ ടു എച്ച് നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യണത്, ഇക്വേഷൻ നമ്പർ ഇത് 1 ആണ്. ആദ്യത്തെ ഇക്വേഷൻ നമ്മൾ ഒരെണ്ണം കണ്ടുപിടിച്ച് വെച്ചേക്കും അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ച് ഈക്വൽ ടു എക്സ് ഇൻറ്റു ടാൻ 45 ഡിഗ്രിയാണ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചേക്കണം. ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. ഈ രണ്ട് ഇക്വേഷനും കൂടെ നമ്മളൊന്ന് ഇക്വേറ്റ് ചെയ്യണം. ഇക്വേഷൻ നമ്പർ 1 ഈക്വൽ ടു ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ആദ്യം നമുക്ക് കിട്ടിയത് ഏതാണ്, എക്സ് ഇൻറ്റു ടാൻ 45 അങ്ങനെ തന്നെ വരും. ഇവിടെ നമുക്ക് കിട്ടിയത് എക്സ് ഇൻറ്റു ടാൻ 60 പ്ലസ് ഇവിടെ നമ്മൾ കിട്ടിയത് ടാൻ 60 മൈനസ് 20 വരും. അതായത് ഈ ഒരു എച്ച് എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു ടാൻ 60 മൈനസ് 20, ഈ എച്ച് എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു ടാൻ 45 വരും. ഇനി ഇവിടെ നോക്കിക്കേ, ടാൻ 45ൻ്റെ വാല്യൂ നമുക്കറിയാം, എക്സ് ഇൻറ്റു 1 ആണ് ടാൻ 45. ഇതിന് നമ്മൾ ഇപ്പുറത്തേക്ക് എഴുതാം. ടാൻ 60യുടെ വാല്യൂ നമുക്ക് അവിടെ എഴുതാം √3. അത് എളുപ്പമുള്ള വാല്യൂയാണ്, നമ്മൾ പഠിച്ചൊരു സാധനം ആയതുകൊണ്ട് അങ്ങനെ എഴുതിയാൽ മതി. ഇനി ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എക്സ് മൈനസ് √3 വരും, എക്സ് √3 വരും, എക്സ് മൈനസ് √3x. കാരണം ഇത് എക്സ്, ഇത് ഇക്വേഷൻ്റെ ഇപ്പുറത്തല്ലേ കിടക്കണേ, ഇത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് ആവില്ലേ. എക്സ് ഇൻറ്റു √3യെ നമ്മൾ √3x എന്ന് എഴുതി, ഇത് നമുക്ക് അവിടെ മൈനസ് 20 വരും. ഇനി നമ്മളിവിടെ നോക്കാം, എക്സ് രണ്ടിനകത്തും കോമൺ അല്ലേ, അത് പുറത്തേക്ക് എടുക്കുമ്പോൾ 1 മൈനസ് √3 ഈക്വൽ ടു മൈനസ് 20 വരും. ക്ലിയർ ആയല്ലോ? അതായത് ഈ ഇതിനകത്തൊരു എക്സ് കോമണാ, ഇവിടെ ഒരു എക്സ് കോമണാ. അപ്പോൾ എക്സ് പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ 1 വരുന്നുള്ളൂ, ഇവിടെ √3 വരുന്നുള്ളൂ, ഇവിടെ ഓൾറെഡി മൈനസ് 20 അങ്ങനെ തന്നെ എഴുതി. ഇനി ഇതിനകത്ത് നമുക്ക് എന്താ മക്കളെ, എക്സ് എന്ന് പറയുന്നത് മൈനസ് 20 ഡിവൈഡഡ് ബൈ ഇത് നേരെ ഇതിൻ്റെ താഴേക്ക് പോകുമ്പോൾ 1 മൈനസ് √3 വരും. ഇനി നമുക്കറിയാം ഈ മൈനസ് 20യുടെ സൈൻ നെഗറ്റീവാണ്. ആ നെഗറ്റീവ് ഇങ്ങോട്ട് കൊടുക്കുവാണെങ്കിൽ ഒന്ന് തലതിരിച്ച് എഴുതിയാൽ മതി, അത് √3 മൈനസ് 1 എഴുതാം. അപ്പം എക്സ് കിട്ടും. ഈ വാല്യൂ ഇങ്ങനെ എഴുതിയാലും മതി. √3ക്ക് നമുക്ക് വാല്യൂ കൊടുക്കാൻ വേണമെങ്കിൽ 20 ഡിവൈഡഡ് ബൈ 1.732 മൈനസ് 1 വരും. അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ 1.732 മൈനസ് 1 കുറച്ച് കഴിയുമ്പോൾ 0.732 വരും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് 20 ഡിവൈഡഡ് ബൈ 0.732 വരും. അപ്പം ഇനി ഇത് എന്ത് ചെയ്യണം, എച്ചിലേക്ക് കൊടുത്ത് നമ്മൾ ഇവിടെ എച്ച് ഈക്വൽ ടു എക്സ് ആണ്, എച്ചിലേക്ക് കൊടുത്താൽ നമുക്ക് ഹൈറ്റ് ഓഫ് ദ ടവറായി. ഇവിടെ നമ്മൾ എച്ച് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എക്സ് എന്ന് പറയുന്നത് 20 ഡിവൈഡഡ് ബൈ 0.732 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പം എച്ച് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ എക്സ് ഇൻറ്റു ടാൻ 45 ആണ്. അപ്പം എക്സ് ഇൻറ്റു 1 ആണ്. അപ്പം എക്സിൻ്റെ അതേ വാല്യൂ തന്നെ ഇവിടെ വരും, 20 ഡിവൈഡഡ് ബൈ 0.732 നമുക്ക് എച്ച് കിട്ടി. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ഹൈറ്റ് ഓഫ് ദ ബിൽഡിങ് കണ്ടുപിടിക്കണം. അപ്പം നമ്മുടെ ഹൈറ്റ് ഓഫ് ദ ബിൽഡിങ് എന്ന് പറയുന്നത് height of the building equal to h plus 1.6 plus 20 അല്ലേ വരുന്നേക്കണേ. എച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയേക്കണത് 20 ഡിവൈഡഡ് ബൈ 0.732 വരും, പ്ലസ് 1.6 വരും, പ്ലസ് 20 വരും. ഇനി 20 ഡിവൈഡ് ബൈ 0.732 എന്ന് പറഞ്ഞാൽ 27.32 ആണ് അപ്രോക്സിമേറ്റ്ലി വരുന്നത്. ഇത് 1.6 പ്ലസ് 20 വരും. ഇനി ഇതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 49.92 അപ്രോക്സിമേറ്റ്ലി ആണ് നമുക്ക് കിട്ടുന്നത്. ഇതെല്ലാം കൂടെ നമ്മളൊന്ന് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആൻസർ ആവും 49.92 കിട്ടും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ, 49.92 ആയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യമേ ഈ ക്വസ്റ്റിനകത്ത് എച്ച് കണ്ടുപിടിക്കാനുള്ള മാർഗം 2 ട്രയാങ്കിൾ ഉപയോഗിച്ച് കണ്ടുപിടിച്ചു, എന്നിട്ട് അത് ആ ട്രയാങ്കിളിലേക്ക് കൊടുത്തു. ക്ലിയർ ആയല്ലോ? ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ഇതേപോലെ നമുക്കൊരു എക്സാമ്പിൾ വേണമെങ്കിൽ ചെയ്ത് നോക്കാം. അതായത് ഒരു പടം എക്സാമ്പിൾ ഇത് എത്ര ഓർത്ത് വെച്ചാൽ മതി. ഇത് അപ്പോൾ ഇവിടെ തൊട്ട് ഇങ്ങോട്ടുള്ള ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ
ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ 20 ഡിഗ്രി. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് വെച്ച് 1.7 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു കുട്ടി. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ 10 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം. ഇതേ രീതിയിൽ നമുക്ക് ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഇതേ സ്റ്റെപ്പ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാവുന്നതാണ്. ക്ലിയർ ആയല്ലോ?